Physical Quality of Life Index. It was developed by Morris D. Morris in 1970s. PQLI is an attempt to measure the quality of life or well-being of a country. ഒരു രാജ്യത്തിന്റെ ക്ഷേമം അല്ലെങ്കിൽ ജീവിത ഗുണനിലവാരം അളക്കാനുള്ള ഒരു സൂചികയാണ് PQLI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ PQLI ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ശ്രമിക്കുന്നത് ഒരു രാജ്യത്തെ ക്ഷേമം അളക്കുന്നതിന് വേണ്ടിയാണ്. അത് ഡെവലപ്പ് ചെയ്തത് 1970കളുടെ മധ്യത്തിൽ മോറിസ് ടി മോറിസ് ആണ്. The Overseas Development Council of the USA, in its report, the United States and World Agenda for 1977, proposed PQLI as a measure of economic and social welfare. ODC, as the Overseas Development Council of USA, അമേരിക്കയുടെ ഓവർസീസ് ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. അതിന്റെ വാർഷിക റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പേരിതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് വേൾഡ് അജണ്ട ഫോർ 1977. അതിനകത്ത് അവരൊരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മുന്നോട്ട് വെച്ചു. സാമൂഹിക സാമ്പത്തിക ക്ഷേമം അളക്കാനുള്ള ഒരു ഇൻഡെക്സ്. ആ ഇൻഡെക്സ് ആണ് PQLI എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? മോറിസ് ഡി മോറിസ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് കൺസ്ട്രക്റ്റഡ് യൂസിങ് 3 ഇൻഡിക്കേറ്റേഴ്സ്. 3 സൂചകങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റർ ആണ് PQLI എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 3 ഇൻഡിക്കേറ്റേഴ്സ്? ഒന്ന് ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം. 2 ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക്. 3 ലിറ്ററസി റേറ്റ്. ആൻഡ് ഗിവിംഗ് ഈക്വൽ വെയ്റ്റ്സ് ടു ദം. ഈ 3നും ഒരേ വെയിറ്റ് നൽകിക്കൊണ്ട് ഒരേ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് PQLI എന്ന് പറയുന്നത്. It is believed that the 3 components of this weighted index measure 3 most important aspects of development that contribute to and improving living conditions. മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യാനുള്ള, മെച്ചപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഈ പറയുന്ന ലൈഫ് എക്സ്പെക്ടൻസിയും ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റും ലിറ്ററസി റേറ്റും. അല്ലെങ്കിൽ മനുഷ്യന്റെ വികസനത്തെ സൂചിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട തലങ്ങളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഇതിനെ പരിഗണിച്ചുകൊണ്ടുള്ള, ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള, ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാമൂഹിക സാമ്പത്തിക ക്ഷേമം അളക്കാൻ സാധിക്കും. ഒരു രാജ്യത്തിന്റെ ജീവിത നിലവാരവും ജീവിത രീതികളും ജീവിതത്തിന്റെ ഗുണതലങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ,